എൻ്റെ പൊന്ന് ബിഗ് ബോസ് അണ്ണാച്ചി, ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്ത കോമണറിനെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? നിങ്ങൾ എവിടുന്ന് പിടിച്ചുകൊണ്ട് വന്നിങ്ങേരെ? ചക്കാന്ന് പറഞ്ഞാൽ ചുക്കെന്ന് കേട്ടിട്ട് മക്കെന്ന് ചെയ്യുന്നൊരുത്തൻ. കൊള്ളാം, നല്ലതാ. ഈ കോമണറിനെ കൊണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ തവണ പെടാൻ പോകുന്നത്. നല്ല കാര്യം, നല്ല കാര്യം. അതായത് ബിഗ് ബോസ് 2ാം ദിനമാണെന്ന്, സീസൺ 7 മലയാളം. ഈ 2ാം ദിനത്തിൽ അവിടെ സംഭവബഹുലമായ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. ആ സംഭവബഹുലമായ കാര്യങ്ങളെല്ലാം എപ്പിസോഡ് വന്നതിന് ശേഷം ഞാൻ രാത്രിയിലും അല്ലെങ്കിൽ നാളെ രാവിലെ ഇടാം. ഇപ്പോൾ നിലവിൽ അവിടെ ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു. ഈ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തത് കണ്ടപ്പോൾ എനിക്ക് 2 എണ്ണം പറയണമെന്ന് അങ്ങോട്ട് തോന്നി അങ്ങോട്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള, ബിഗ് ബോസ് താല്പര്യമുള്ളവരെല്ലാവരും കയറി പോയോ, അല്ലാത്തൊരു ഇറന്നെങ്കിലും വീഡിയോ ഞാൻ ഇടുമായിരിക്കും. വെയിറ്റ് ചെയ്തു. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സംഭവബഹുലമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. മറ്റേ കൈതട്ടിപ്പറക്കൽ ടാസ്കും അതൊക്കെ കുറച്ച് കൂടെ ക്രോഡീകരിച്ച് രൂപീകരിച്ച് ഞാൻ എപ്പിസോഡ് കഴിഞ്ഞിട്ടിടാം. ഇപ്പം നിലവിൽ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്യാപ്റ്റൻ ആരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലേക്ക് വരെ അതിനു മുൻപ് എൻ്റെ പൊന്നളിയ ഈ കോമണർ ഉണ്ടല്ലോ, ഇവനെ സെലക്ട് ചെയ്തവൻ്റെ കവാല അടിച്ച് പൊളിക്കണം. അത്രയ്ക്ക് ബോധമില്ലാത്തൊരു കോമണറിന് ഒരു സ്വല്പം കോമൺ സെൻസ് ഉണ്ടാകുന്നത് തെറ്റാണോ? കുറച്ച് കോമൺ സെൻസ് ഒക്കെ ആവാം. ഇത്രയും ബോധമില്ലാത്തൊരു കോമണർ ആദ്യം വന്നിട്ട് ഇവനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു, മിണ്ടത്തില്ല. ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവൻ തിരിച്ചു പറയത്തില്ല. രണ്ടാമത് ഇവ ടാസ്ക് ലെറ്റർ എന്തോ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഈ വായിച്ചൊരാൾക്ക് മലയാളം കൃത്യമായിട്ട് അറിയത്തില്ല. ഇവിടെ മലയാളം അറിയാത്ത ഒരാളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, എനിക്ക് പറ്റത്തില്ല. ആടാ, ഇനി ബിഗ് ബോസിൽ വരുന്നവരെല്ലാം പുറത്തു പോയിരുന്ന എഴുത്തച്ഛനും കുഞ്ചത്തമ്പിയാരുമായിട്ട് അതിനകത്തോട്ട് കയറി വരാം. മലയാളം മാത്രമേ അതിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ജാൻമണിക്ക് മലയാളം അറിയായിരുന്നോ? ശ്രീധുവിന് മലയാളം അറിയായിരുന്നോ? ഇതിന് മുമ്പത്തെ എല്ലാത്തിലും മലയാളം അരച്ച് കലക്കി കുടിച്ച്. എന്നാൽ ഒരു കാര്യം ചെയ്യും, മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരെ ബിഗ് ബോസിൽ സെലക്ട് ചെയ്ത് കയറ്റി വിട്. അതുകൊണ്ട് അണ്ണൻ ഇനി ആരോടും മിണ്ടത്തില്ല. അണ്ണൻ കുറേ നേരം മിണ്ടാൻ നടന്നു. അന്നേരം മറ്റേ റെന ഫാത്തിമ നല്ല ചൊറി കഴിഞ്ഞു. അത് കൊള്ളാം. അത് നമുക്ക് എപ്പിസോഡ് കഴിഞ്ഞിട്ട് വരുന്നതിനകത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ പുതിയൊരു ക്യാപ്റ്റൻസി ടാസ്ക് വന്നു. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് തരും, ഒരു കണ്ണാടി തരും, കുറച്ച് പഞ്ഞി തരും. ഈ പഞ്ഞി എടുത്ത് ചെവി തിരിക്കണം, കണ്ണാടി എടുത്തിട്ട് കണ്ണേ വെക്കണം. എന്നിട്ട് ഈ പ്ലേറ്റിനകത്തോട്ട് നമ്മുടെ ഷേവിങ് ക്രീം ഇങ്ങനെ ബുസ് അങ്ങോട്ട് അടിച്ചിട്ട് ഈ സാധനം ഒരാളുടെ മുഖത്തോട്ട് ഇങ്ങനെ പ്ലക്കനേന്ന് വെക്കണം. ഇങ്ങനെ പ്ലക്കനേന്ന് വെക്കണം. ആരുടെ മുഖത്ത് വെക്കണം? ഇന്ന ആൾ ക്യാപ്റ്റൻ ആകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ മുഖത്ത് കൊണ്ട് വെക്കണം. ഇതായിരുന്നു ടാസ്ക്. അതായത് വന്ന കണ്ടസ്റ്റൻസി 19 പേര്. ഈ 19 എണ്ണത്തിൽ മെജോറിറ്റി എണ്ണത്തിന് വിവരമില്ലെന്നുള്ളതാണ്. എന്തുകൊണ്ട് ക്യാപ്റ്റൻ ആകാൻ പാടില്ല എന്നതാണ് ടാസ്ക്. ഇത് നിങ്ങൾ എന്താ ചെയ്തതെന്നറിയുമോ? അവൻ അങ്ങനെ പറഞ്ഞ് അവൻ കൊള്ളത്തില്ല, പ്ലക്ക്. ഇവൻ ഇങ്ങനെ പറഞ്ഞ് അത് കൊള്ളത്തില്ല, പ്ലക്ക്. എടാ, ടാസ്ക് ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ പോലും ബോധമില്ലാത്ത കുറേ മരപ്പാഴുകളാണല്ലോ അതിനകത്ത് കൊണ്ടിട്ടത്. ഏതായാലും ടാസ്ക് നമുക്ക് നോക്കാം. ആദ്യം അനീഷാണ് വന്നത്, നമ്മുടെ ഈ കോമണർ. ബോധവും പൊക്കണവും ഒന്നും ഇല്ലാത്ത ഈ കോമണർ വന്നിട്ട് ശാരികയുടെ മുഖത്ത് കൊണ്ട് വെച്ച്. ഏത് ശാരിക? നമ്മുടെ അനന്തുവിൻ്റെ ശാരികയുടെ മുഖത്ത് കൊണ്ട് വെച്ച്. മുഖത്ത് വെച്ചതിൻ്റെ കാരണം എന്താണെന്നറിയോ? ശാരിക ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രോഗ്രാം ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മറ്റേ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഈ പുള്ളിക്കാരി പ്രോഗ്രാം നടത്തുമല്ലോ, ആ പ്രോഗ്രാമിൽ ഗസ്റ്റിനെ വിളിച്ച് വരുത്തിയിട്ട് ഇത് കുറച്ചൊക്കെ ആക്ടിങ് ഉണ്ട്, പ്രമോയ്ക്കുള്ള സാധനമൊക്കെ ആക്ടിങ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞു. ആയതിനാൽ പുള്ളിക്കാരി ഫേക്കാണ്. ഇതാണ് സംഭവം. അത് എവിടെയോ നടന്ന സംഭവം. എടാ, ബിഗ് ബോസിനകത്ത് അത് കോൺവെർസേഷൻ വന്നു. അതുകൊണ്ട് ശാരീരികയുടെ മുഖത്ത് കൊണ്ട് വെച്ച് അത് എതിലെയോ തൊലഞ്ഞ് പോട്ടെ. അതിനുശേഷം രണ്ടാമത് വന്നത് നമ്മുടെ അഭിയാണ് വന്നത്. അഭി വന്നിട്ട് അക്ബർ ഖാൻ്റെ മുഖത്തെടുത്ത് വെച്ച്. മറ്റേ പാട്ടുകാരൻ, അതല്ലോ ഏതോ ഒരു പാട്ടുകാരൻ, ആ പാട്ടുകാരൻ്റെ മുഖത്താണ് വെച്ചത്. അതിനുള്ള കാരണം ഈ അക്ബർ എന്ന് പറയുന്ന അദ്ദേഹം സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അഭി സംസാരിച്ചപ്പോഴത്തേനും അഭിയുടെ സംസാരം പൂർണ്ണമായിട്ടും കേൾക്കാൻ തയ്യാറായില്ല. ഒരു കംപ്ലീറ്റ് ലിസണർ അല്ല. ന്യായമായ കാര്യം, കംപ്ലീറ്റ് ലിസണർ അല്ല. ആയതിനാൽ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ അയാൾ നമ്മൾ പറയുന്നത് കേൾക്കില്ല. സോ അയാൾ ക്യാപ്റ്റൻ ആകാൻ പ്രാപ്തനല്ല എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയേ. ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് തിരിച്ച് സംസാരിച്ചില്ല. സോ ഞാൻ അവൻ്റെ മുഖത്ത് വരട്ടും. ഇതാണ് റീസൺ. യവന്മാർക്കൊക്കെ മനസ്സിലായത് എന്ത് തേങ്ങയാണെന്നുള്ളത്. അവൻ എന്തുകൊണ്ട് ക്യാപ്റ്റൻസി ക്വാളിറ്റി ഇല്ല, എന്തുകൊണ്ട് അവൻ ക്യാപ്റ്റൻ ആകരുത് എന്നാണ് നീയൊക്കെ പറയേണ്ടത്. ഒരു ടാസ്ക് ലെറ്റർ വായിച്ചാൽ പോലും ടാസ്ക് ലെറ്റർ വായിച്ചാൽ മനസ്സിലാകത്തില്ല എന്നുള്ളതിലേക്ക് നമുക്ക് വരാം.
അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മുടെ ഡാൻസ് കളിക്കുന്ന മുടിയുള്ള നവീൻ ആ ചെറുക്കനാണ് വന്നത്. പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ ഈ കോമൺ സെൻസ് ഇല്ലാത്ത കോമണറായ അനീഷിൻ്റെ മുഖത്താണ് വെച്ചത്. പുള്ളിക്കാരൻ അതിന് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ ശാരികയെ തെറ്റിദ്ധരിച്ചു, ഈ അനീഷ് ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആയിരുന്നു, അനീഷ് ഒരുമാതിരി കോർണർ ചെയ്യപ്പെട്ടു എന്നുള്ള ഗെയിം കളിക്കണം. അത് കറക്റ്റാണ് കേട്ടോ. അനീഷിനെ കുറിച്ച് ഇവരുടെ ഇവാലുവേഷൻ വളരെ കറക്റ്റാണ്. കോർണർ ആകുക എന്ന് പറയുന്നത് ബിഗ് ബോസിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. ആര് കോർണർ ആകുന്നോ അവരെ പൊതുജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ കോർണർ അവർ ഗ്രൂപ്പായിട്ട് നിങ്ങളെ കോർണർ ആക്കണം. അല്ലാതെ ഞാനിനി ആരോടും മിണ്ടത്തില്ല കേട്ടോ, ഞാനിനി ഇവിടെ സൈലൻ്റ് എല്ലാവരും എന്നെ കോർണർ ചെയ്യും. കാണുന്നവർ പൊട്ടന്മാരെല്ലാം മനസ്സിലാക്കണം. ആരോട് പറയുക, നമ്മൾ പറഞ്ഞ ഉമ്മാരെല്ലാം കേൾക്കുമോ? അതൊന്നോട്ട്. അതിനുശേഷം നോറ ആൻഡ് ആദില വന്ന് അനീഷിൻ്റെ മുഖത്ത് തന്നെ വരട്ടി. അതിനുള്ള റീസൺ പറയുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, മലയാളം അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഇതാക്കി. പക്ഷേ ഇവരാണ് പെർഫെക്റ്റ് ആയിട്ട് ആദ്യം തുടങ്ങിയത്. ഇവർ ഇതിനകത്ത് പറഞ്ഞ് മിണ്ടാതിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ആകുമ്പോഴത്തേനും ഇങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, അയാൾക്ക് പൊളൈറ്റ് ആവണം, അയാൾ റെസ്പോണ്ട് ചെയ്യണം, ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കണം. സോ ക്യാപ്റ്റൻ ആകാൻ യോഗ്യത അല്ല എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇവരാണ്. ഇവർ ഇത് വന്ന് കൃത്യമായി അവതരിപ്പിച്ചാണ് ബാക്കിയുള്ള അതിനകത്ത് മൊണ്ണകൾക്ക് മനസ്സിലാകുന്നത് ക്യാപ്റ്റൻ ആകാൻ യോഗ്യത ഇല്ലാത്തത് നമ്മൾ പറയണ്ട. അല്ല നമ്മൾ ഇവിടെ കിടന്ന് സംസാരിച്ചല്ലെന്ന് മനസ്സിലാകുന്ന ഇവർ വന്നു കഴിഞ്ഞ് പിന്നെ ആൾക്കാരൊക്കെ അത് ചിന്തിച്ച് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ RJ ബിൻസി വന്നു, സെയിം അനീഷിൻ്റെ മുഖത്ത് തന്നെ വെച്ചു. അനീഷ് ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ ടിഷ്യൂ പുള്ളിയുടെ മുഖത്ത് തുടക്കുന്നിടും, അതിങ്ങനെ ഒരു മല കൂമ്പാരം പോലെ അത്രയ്ക്ക് ആൾക്കാരാണ് അനീഷിൻ്റെ മുഖത്ത് അത് പുരട്ടിയത്. അപ്പോൾ RJ ബിൻസി വന്നത് കോമണർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ആദ്യം മുതൽ ഞാൻ കോമണറാണ്, നിങ്ങളെപ്പോലെ ഞാൻ പോപ്പുലറല്ല, ഞാൻ കോമണറാണെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഈ കോർണർ ആകാൻ ശ്രമിക്കുന്നു. പിന്നെ രാവിലത്തെ ഈ ഇഷ്യൂ മറ്റുള്ള ആളുകൾ പറയുന്നൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല, അയാളുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റീസണൊക്കെയാണ് പറഞ്ഞത്. സോ ക്യാപ്റ്റനാകാൻ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ജിസൽ, മറ്റേ ഹിന്ദിക്കാരി പെണ്ണ്, ഞാൻ ഹിന്ദിക്കാരി എന്ന് പറയത്തുള്ളൂ കേട്ടോ, എനിക്ക് ആ പേരൊന്നും പറയത്തില്ല, ഹിന്ദിക്കാരി. ആ ഹിന്ദിക്കാരി വന്നിട്ട് നമ്മുടെ തങ്കപ്പേട്ട അല്ല തങ്കച്ചൻ്റെ രേണുവിൻ്റെ മുഖത്താണ് കൊണ്ട് പറ്റിയത്, രേഷ്മ തങ്കച്ചൻ്റെ മുഖത്ത്. അതിന് പറഞ്ഞ കാരണം രേണു ഈ അവിടെ ടാസ്ക് ഉണ്ടായിരുന്നു, കയ്യിലൊരു സാമാനം ഉണ്ടായിരുന്നു, അത് പിടിച്ചു പറിക്കണം എന്നുള്ളത് നമ്മൾ വൈകിട്ടത്തെ ഇതിനകത്തിടും. അതിനകത്ത് കൃത്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് റീസൺ. അതിന് രേണു പറയുന്ന എക്സ്പ്ലനേഷൻ കേൾക്കണം. ഞാൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് രേണു കിടന്ന് മെഴുകുകയാണ് എന്തായാലും. അത് കഴിഞ്ഞപ്പോഴത്തേനും മറ്റേ കലാഭവൻ സരികയാണ് വന്നത്. സരിക അനീഷിൻ്റെ മുഖത്താണ് പിന്നീട് വന്ന് വരട്ടിയത്. സരിക അനീഷിൻ്റെ മുഖത്ത് വരട്ടാനുള്ള കാരണം ഇവരാദ്യം കൺഫെഷൻ റൂമിലേക്ക് ഒരാൾ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പാനി രവി പോകാമെന്ന് പറഞ്ഞു. അതേസമയം ഈ അനീഷ് ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പാനി രവി പോകണമെന്ന് ഐക്യകണ്ഠമായി അവർ തീരുമാനിച്ചു. അപ്പാനി രവി പോയി. അതിനുശേഷം അനീഷിന് ആ ടാസ്ക് ലെറ്റർ വായിച്ചേ പറ്റൂ. അപ്പാനി രവി വായിച്ചതിന് ശേഷം അനീഷ് അത് വീണ്ടും എടുത്ത് വായിച്ച് മൊത്തം കോംപ്ലിക്കേഷനാക്കി, മൊത്തം എല്ലാത്തിനും കൂടെ തലപ്രാന്താക്കി. അങ്ങനെ പുള്ളി ഞാൻ പിടിച്ച മുയൽ ജയിക്കണം, അല്ല മുയലിൻ്റെ കൊമ്പിൻ്റെ അറ്റത്ത് ഉണ്ടംപൊരി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. ആയതിനാലാണ് അയാളെ നോമിനേറ്റ് ചെയ്തത്. കറക്റ്റ് കേട്ടോ, അനീഷിനെ കുറിച്ച് പറയുന്നതെല്ലാം കറക്റ്റാണ്. ഇത്രയും ബോധമില്ലാത്ത കോമണർമാരെയൊക്കെ ഈ ബിഗ് ബോസ് ടീം എവിടെ നിന്ന് പിടിച്ചെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ റെന ഫാത്തിമ വന്നിട്ട് മുൻഷി രഞ്ജിത്തിൻ്റെ മുഖത്ത് വെട്ടി. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മുൻഷി രഞ്ജിത്ത് എപ്പോഴും നമ്മളൊരു അപ്പച്ചൻ റോളാണല്ലോ, അപ്പോൾ പ്രായത്തിൻ്റെ പക്വതയുള്ളവർക്ക് മാത്രമേ ബോധമുള്ളൂ. അങ്ങനെ പ്രായം വെച്ചൊരു വേർതിരിവ് കാണിക്കുന്നു എന്നൊരു കാരണമാണ് പറഞ്ഞത്. അതിനുശേഷം അഡ്വക്കേറ്റ് ശൈത്യ വന്നിട്ട് ആദില നൂറയുടെ മുഖത്ത് വെട്ടി. അതിൻ്റെ കാരണം അവർ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അനുമോൾ വന്നിട്ട് അനീഷിൻ്റെ മുഖത്ത് വരട്ടി. അതിനുള്ള കാരണം ഈ പറയുന്ന പോലെ കോമണർ ആണെന്നും പറഞ്ഞിട്ട് പറയുന്നു. ആദ്യമായിട്ട് അനുമോൾ സംസാരിക്കാൻ ചെന്നുമ്പോഴത്തേനും പുള്ളി ഈ കാര്യം പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. നിങ്ങളാരാണ്, നിങ്ങൾക്ക് എന്നെ അറിയുമോ, എനിക്ക് നിങ്ങളറിയില്ല, നിങ്ങൾ കാണാൻ കൊള്ളില്ല എന്നൊക്കെയാണ് ഒരു വ്യക്തിയോട് പറഞ്ഞത്. അതായത് ഫസ്റ്റ് ടൈം ഒരു വ്യക്തിയെ കാണുമ്പോഴത്തേനും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയാത്തൊരു കോമണർ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ പൊട്ടനിൽ ഞാൻ ഇത്രയും നെഗറ്റീവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുപോലെ വെറുപ്പിക്കുന്ന ഒരുത്തെ. കഴിഞ്ഞ തവണത്തെ രതീഷിൻ്റെ അവസ്ഥയായിരിക്കും പ്രാർത്ഥിച്ചോ തന്നെ. ഇനി ഫ്യൂച്ചറിൽ പോസിറ്റീവ് ആക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. പോസിറ്റീവ് ആക്കിയാൽ നമുക്ക് പോസിറ്റീവ് പറയാം. നമ്മളൊരു സത്യസന്ധമായ റിവ്യൂ മാത്രം പറയുന്നത്. എൻ്റെ പേഴ്സണലി എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ബിൻസി വന്നിട്ട് ശൈത്യയുടെ മുഖത്ത് പുരട്ടി. അതിൻ്റെ കാരണം ടാസ്കിൽ പെർഫോം ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ കള്ളം പറഞ്ഞു. ഇവർക്കൊരു പൗഡർ റൂമുണ്ട്, അവിടെ കുറേ ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. പൗഡർ റൂം ഉണ്ട്, പക്ഷെ തുണി തരത്തില്ല. തുണി തരണമെങ്കിൽ ടാസ്ക് ചെയ്യിക്കണം. ഈ പൗഡർ റൂമിൽ നിന്ന് എടുത്ത് ലിപ്സ്റ്റിക് ഇവരെല്ലാം പുരട്ടി. രേണുവോടെ രാവിലെ മുടിഞ്ഞ ഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലിപ്സ്റ്റിക്ക് വെട്ടി അവിടുത്തെ നിയമം ലംഘിച്ചു. എന്നിട്ട് പുള്ളിക്കാരി ഞാനിത് അവരോട് എടുക്കരുതെന്ന് പറഞ്ഞിട്ടാണ്, പക്ഷെ അവരെടുത്തു എന്ന് കള്ളം പറഞ്ഞതിനാണ് ശൈത്യയെ ബിൻസി നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയങ്കരിയായ ആങ്കർ ശാരിക വന്നിട്ട്
അനീഷിനെ തന്നെ നോമിനേറ്റ് ചെയ്തു. അത് പക്ക പ്രതികാരം കിട്ടുന്ന പോലെ എന്നെ പറഞ്ഞു ഞാൻ തിരിച്ച് നോമിനേറ്റ് ചെയ്തു എന്നൊരു രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശാരിക അന്നേരം അവിടെ ശാരിക പറഞ്ഞതിനകത്ത് കുറേ ന്യായീകരണം എഴുതുന്നുണ്ടായിരുന്നു. ഷോയുടെ അതാണ് ഷോ ഡിമാൻഡ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിലപാടെന്ന് കിടന്ന് ഛർദ്ദിക്കരുത് കേട്ടോ. അതാണ് ശാരിക പറഞ്ഞ ഒരു റീസൺ. ശാരിക പറഞ്ഞ രണ്ടാമത്തെ റീസൺ മലയാളം സംസാരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനീഷ് ഉണ്ടാക്കിയ ഒരു പട്ടി ഷോ. എൻ്റെ പൊന്നനീഷയെ, നിങ്ങളൊരു കോമണറാണ്. നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിക്കുമെങ്കിൽ ആദ്യം നിങ്ങൾ എല്ലാവരുടെയും പ്രീതി പിടിച്ച് പറ്റാൻ നോക്കണ്ടേ. ആദ്യമേ പുറത്തിട്ട് വെറുപ്പിച്ച് കഴിഞ്ഞാൽ നോമിനേഷൻ വന്നാൽ പുറത്ത് വരും. അപ്പോൾ ഇപ്പോൾ ഗ്യാപ്പിന് ഉണ്ടായാലും പുള്ളി നോമിനേഷൻ വരത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ ആര്യൻ വന്നിട്ട് ആതിര നൂറയുടെ മുഖത്ത് തന്നെ വരട്ടി ഈ പറഞ്ഞ പോലെ തന്നെ മേക്കപ്പ് കിറ്റിൻ്റെ റൂള് ബ്രേക്കായി. ആദ്യം അവരാണ് എടുത്തതെന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞപ്പോൾ അപ്പാനി വന്നിട്ട് രേണുവിൻ്റെ മുഖത്ത് വരട്ടി. കാരണം ടാസ്കിൽ കറക്റ്റായിട്ട് ഇടപഴകില്ല എന്ന്. അതിന് രേണു എന്തൊക്കെയോ കിടന്ന് എഴുതുന്നുണ്ടായിരുന്നു. രേണുവിനെ എന്തെങ്കിലും പറഞ്ഞറിയാലോ. രേണുവിനെ അങ്ങനെ പൊടിഞ്ഞങ്ങ് കയറും. രേണു എന്താണ്ടൊക്കെ തിരിച്ച് പറഞ്ഞൊരു പ്രശ്നമായി. അത് കഴിഞ്ഞപ്പോൾ ഷാനവാസ് വന്നിട്ട് അനുമോളുടെ മുഖത്ത് വരട്ടി. അതിൻ്റെ കാരണമാണ് ഷാനവാസ് രാവിലെ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അനുമോൾ വന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഞാൻ ചെയ്തോട്ടെ. അപ്പോൾ ചേട്ടൻ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ അനുമോൾ അത് കംപ്ലീറ്റ് ചെയ്തില്ല. ഒരു ക്യാപ്റ്റൻ ആകണമെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് പോയി. അനുമോൾക്ക് വേണം ചെരിപ്പൂരി അടിക്കാൻ. പോയി അവൻ്റെ അടുത്ത് ഞാനും കൂടെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ചെയ്യുക. അത് ആ ഒരൊറ്റ കാരണം കൊണ്ട് മോന്തയ്ക്ക് വാരി ഷേവിങ് ക്രീം അപ്പി. അത് കഴിഞ്ഞപ്പോഴത്തേനും മുൻഷി രഞ്ജിത്ത് വന്നിട്ട് അനീഷിനെ തന്നെ പറഞ്ഞു. കാരണം ഒരു ലീഡർ ആകാനുള്ള ക്വാളിറ്റി ഇല്ല, ആവശ്യമില്ലാതെ ഇഷ്യൂ ഉണ്ടാക്കുന്നുള്ള കാരണം പറഞ്ഞു. രേണുസുതി വന്നിട്ട് രന ഫാത്തിമയുടെ മുഖത്ത് പുരട്ടി. ഒരു കൊച്ചു വെച്ചാട്ടെ രന ഫാത്തിമ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനല്ല, ആ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞല്ല, അങ്ങനെ മുഖത്ത് പുരട്ടിയിട്ട് രേണു പറഞ്ഞ കാരണം, രേണു ആദ്യം പറയും ഞാൻ കള്ളം പറയത്തില്ല എന്ന്. രേണു കള്ളം പറയത്തില്ലെന്ന് നമ്മളോട്. ശരി, അത് പറഞ്ഞാണ് രേണു ആ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് പറയുക ബിഗ് ബോസിനോട് ഈ രേണു ശാരികയും കൂടെ ബിഗ് ബോസിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഈ രന ഫാത്തിമ വന്നിട്ട് അവരോട് എന്തോ സംസാരിച്ചു, നിങ്ങളിങ്ങനെ ഇരിക്കില്ലെന്നെന്തോ പറഞ്ഞു. അതാണ് റീസൺ. അതിന് ശാരിക അവിടെ നിന്നിട്ട് ഗുഡ് നോമിനേഷൻ. ഈ രണ്ട് വിവരം കെട്ടതും കൂടെ എന്ത് കാണിക്കുകയോ എന്തോ. നിങ്ങൾ കോംബോ പിടിച്ച് കഴിഞ്ഞുണ്ടല്ലോ വാഴകളായിപ്പോൾ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനി അടുത്തത് അക്ബർ ഖാൻ വന്നിട്ട് അനുമോളെ ആണ് ഇതാക്കിയത്. കാരണം പുള്ളിക്കാരി ഒരു എനർജി ഇല്ല. ആദ്യത്തെ ദിവസം നമ്മൾ എനർജി വേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പെതിയെ ഇരുന്നിട്ട് ആദ്യത്തെ മറ്റേ കയ്യിൽ പറിക്കുന്ന ടാസ്കിനകത്ത് പെതുക്കെ എനർജി കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്തെ റീസൺ. പിന്നെ ഒനിൽ സാബു പോയപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാം കേട്ടോ. പുള്ളിക്കാരനും അനീഷിനെയാണ് പുരട്ടിയത്. അതിൻ്റെ കാരണം അനീഷ് ഭയങ്കര ജഡ്ജ്മെൻറ്റലാണ്. അങ്ങനത്തെ ഒരു റീസൺ തന്നെയാണ് പറഞ്ഞത്. എക്സാമ്പിൾ ഈ ശാരികയായിട്ടുള്ള കേസ്, ശാരിക പുറത്തുള്ള കാര്യം വെച്ച് ജഡ്ജ് ചെയ്തു എന്ന് പറഞ്ഞു. അനീഷ് അന്നേരം നാടിനെ എന്ത് പറഞ്ഞു, എൻ്റെ നാടിനെ പറയുന്നുണ്ടോ, എൻ്റെ നാടോടോ നമ്മൾ നാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഷോ ഒക്കെ അനീഷ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടാസ്ക് തീർന്നപ്പോഴത്തേനും ബിഗ് ബോസ് ദാണ്ട്ര വെച്ച് ഒരു 7ന്റെ പണി അടിച്ച് എല്ലാത്തിനും കൊടുത്തു. സംഭവം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോന്ത ക്യാപ്പ് കിട്ടിയവനെ പിടിച്ച് ക്യാപ്റ്റനാക്കി. ടാസ്ക് ലെറ്റർ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പോലും അവിടുത്തെ മരപ്പാടുകൾക്ക് മനസ്സിലായില്ല. അങ്ങനെ അനീഷ് അവിടുത്തെ ക്യാപ്റ്റനായി മാറി. അനീഷ് എന്നിട്ട് 4 ടീമുകളാണ് പൊതുവേ ബിഗ് ബോസിൽ ഉണ്ടാകുക. 4 ടീമുകൾ, അതായത് കുക്കിംഗ് ടീം, പാത്രം കഴുകുന്ന വെസൽ ടീം, തറ വൃത്തിയാക്കുന്ന ഫ്ലോർ ടീം, ബാത്റൂം വൃത്തിയാക്കുന്ന ബാത്റൂം ടീം. ഈ 4 ടീമിനെ അനീഷ് വേർതിരിച്ചെടുത്തു. അവനാണ് അതിലും വലിയ പൊട്ടൻ കേട്ടോണം. പുള്ളി ആദ്യം തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ കിച്ചൺ ടീം. ഒനിൽ സാബു, ശാരിക, മുൻഷി രഞ്ജിത്ത്, ബിൻസി ക്യാപ്റ്റൻ സഹകരിക്കുമെന്ന് പറഞ്ഞു. എല്ലാം കുക്കിംഗ് അറിയാവുന്നവരെ പിടിച്ച് കുക്കിംഗ് ടീമിലിട്ടു. കുക്കിംഗ് അറിയാവുന്ന എല്ലാവരെയും പിടിച്ച്, അത്രയും പേർക്ക് അവിടെ കുക്കിംഗ് അറിയത്തുള്ളൂ, അവരെല്ലാം പിടിച്ച് അതിനകത്തിട്ടു. രണ്ടാമത്തെ ഫ്ലോർ ടീം ആദില നൂറ, അനുമോള്, രേണു, പിന്നെ നമ്മുടെ ഹിന്ദി ചേച്ചി, ഇവരെ ഫ്ലോർ ടീമിലിട്ടു. രണ്ടാമത്തത് ആദ്യത്തെ ബാത്റൂം ടീമിൽ അപ്പാനി, ജെബി, നമ്മുടെ രൺബീർ കപൂറിനെ പോലെ ഇരിക്കുന്ന ആര്യൻ, പിന്നെ നിവിൻ, ജന ഫാത്തിമ, അക്ബർ, ഇത്രയും പേരെ ബാത്റൂമിലേക്ക് ഇട്ടു. പിന്നെ വെസൽ ടീമിൽ ശാരിക, ആദ്യത്തെ സരിക കേട്ടോ, ശാരികയല്ല, കിച്ചൺ ടീമിൽ സരികയാണ്. വെസൽ ടീമിൽ ശാരിക, RJ ബിൻസി, ഷാനവാസ്, അബി, ശൈത്യ, ഇത്രയും പേരിട്ടു. പൊട്ടൻ ക്യാപ്റ്റ. കുക്കിംഗ് അറിയാവുന്ന എല്ലാവരും പിടിച്ച് അതിനകത്തിട്ടു. അടുത്ത തവണ അവരെ തന്നെ കുക്കിംഗ് ടീം ആക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അടുത്ത തവണ അവരെ കുക്കിംഗ് ടീമിൽ നിന്ന് മാറ്റണമെങ്കിൽ കുക്കിംഗ് അറിയാത്ത അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള 2 പേരും കൂടി അത് പഠിപ്പിക്കുന്ന അടുത്ത തവണ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കൊളാപ്പ് ചെയ്യണ്ടേ? നല്ലതാ, മികച്ചതാ. ഈ കോമണറിനെ കൊണ്ട് ബിഗ് ബോസ് ഒരു പെടലങ്ങ് വിടും, എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ എന്തെങ്കിലും വള്ളിക്കെട്ടുണ്ടെങ്കിൽ ഞാൻ അതുമായിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തു. പിന്നെ നിങ്ങൾക്ക് എന്നോട് വൈകിട്ട് ഞാൻ എപ്പിസോഡ് കാണുമ്പോഴത്തേനും
കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വോയിസ് മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. അതിൽ നിന്ന് മികച്ച ഒരെണ്ണം ഞാൻ എടുത്തിട്ട് ഇതിനകത്ത് പ്ലേ ചെയ്തിട്ട് അതിനെ ഞാൻ റിയാക്ട് ചെയ്യും. ചിലപ്പോൾ നന്നായിട്ട് റിയാക്ട് ചെയ്യും, ചിലപ്പോൾ മോശമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ